സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു? ബ്രാക്സ് ലോ ആണല്ലേ. ബ്രാക്സ് ലോന്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഫോർ BCC iron, compute the interplanar spacing, and B എന്താണ്? The diffraction angle for the diffraction angle for the plane ഏതാണ്? 220 set of planes അല്ലേ. സോ ഈ രണ്ട് പ്ലെയിൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറയുന്നത് അല്ലേ. ബിക്കോസ് പാരലൽ പ്ലെയിൻസ് ആർ ഹാവിംഗ് ദ സെയിം മില്ലർ ഇൻഡീസസ് വാല്യൂ. സോ 220 സെറ്റ് ഓഫ് പ്ലെയിൻസ് ആണ്, അതിൽ നിന്നാണ് ഇത് ഡിഫ്രാക്ട് ചെയ്യുന്നത്. ലാറ്റിസ് പാരാമീറ്റർ ഫോർ Fe അയൺ. സോ അയൺ ആണ് ഇവിടെയുള്ള മെറ്റീരിയൽ. സോ അയൺ ഈസ് ഹാവിംഗ് എ BCC സ്ട്രക്ചർ. The lattice parameter for iron is 0.2866 nm. എന്താണ്? നാനോമീറ്റർ. 0.2866 നാനോമീറ്റർ. അല്ലെങ്കിൽ നമുക്കത് ആങ്സ്ട്രോങ്ങിലും പറയാം. ക്വസ്റ്റ്യനിൽ ആങ്സ്ട്രോങ്ങിൽ തന്നിട്ടുണ്ട് 2.866 ആങ്സ്ട്രോങ്. Also assume that monochromatic radiation having a wavelength of, so lambda value, so lambda is given as 0.1790 nanometer or 1.790 angstrom. Assume that monochromatic radiation having a wavelength of 0.1790 nanometer is used and the order of reflection is 1. That is the value of n is 1. Value of n is 1. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർപ്ലാനാർ സ്പേസിംഗ്. ഇന്റർപ്ലാനാർ സ്പേസിംഗിന്റെ ഇക്വേഷൻ എന്താണ്? D is equal to, or DHKL, D suffix HKL is equal to A by root of H square plus K square plus L square. HKL നമുക്കറിയാം. So what is the value of D? So in terms of nanometer അല്ലെങ്കിൽ in angstrom or in nanometers we will get the answer. എത്രയാണ്? DHKL is equal to A by root of H square plus K square plus L square. നമുക്ക് തന്നിട്ടുണ്ട് 0.2866 നാനോമീറ്റർ divided by HKL is given as 2, 2 and 0. So 2 square plus 2 square plus 0 square. എത്ര വരുന്നത്? എത്രയാണ്? 0. ആയിരിക്കില്ല, 0.1433 നാനോമീറ്റർ വരുന്നുണ്ടോ? അതേഴ്സ്? ഓക്കെ, 0.101. 0.143
3 അല്ല അതല്ലല്ലോ 0.1013 0.1013 കിട്ടുന്നുണ്ടോ? ഡയറക്റ്റ് ആൻസർ അല്ലേ? 0. വേറെ ആരെങ്കിലും കൂടെ 0.2866 ബൈ റൂട്ട് ഓഫ് 8 അല്ലേ? 0.1 ആയിരിക്കും കിട്ടല്ലേ? 0.1013 that much നാനോമീറ്റർ. ബി പാർട്ട് നോക്കിയേ. ബി പാർട്ട് എന്താന്ന്? ബി പാർട്ടിൽ തന്നിട്ടുണ്ടല്ലോ എന്താന്ന്? ബി പാർട്ട് നമുക്ക് നോക്കാം. ബി പാർട്ടിൽ നമുക്കറിയാം എന്താണ്? ദ വാല്യൂ ഓഫ് തീറ്റ can be computed using in the equation. ഏത് ഇക്വേഷൻ ആണ്? n lambda is equal to 2d sin theta. ഓക്കെ, ഇവിടെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാം. സോ sin theta will be equal to n lambda by 2d, which will be equal to lambda by 2 into dhkl, since for n is given as 1. So that will be equal to അല്ലേ? അപ്പോൾ എന്നിന് 1 കൊടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. 1 ഇൻറ്റു ലാംഡ വാല്യൂസ് എത്രയാണ്? ലാംഡാൻ്റെ വാല്യൂ 0.1790 that much നാനോമീറ്റർ divided by 2 into 0.1013. So we will get the value കിട്ടും. Therefore theta will be equal to sin inverse of that value will be equal to, ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെ എന്താണ്? ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ്. ഡിഫ്രാക്ഷൻ ആംഗിൾ നമുക്ക് തീറ്റ എന്താണ്? തീറ്റ ആംഗിൾ ഓഫ് ഗ്ലാൻസിങ് ആംഗിൾ ആണ് തീറ്റ, ഓർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഡിഫ്രാക്ഷൻ ആംഗിൾ ഈസ് ഗിവൺ ബൈ 2 തീറ്റ. 2 തീറ്റയാണ് ഡിഫ്രാക്ഷൻ ആംഗിൾ. ശ്രദ്ധിക്കുക, ഡിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ നമുക്കിപ്പോൾ ഇവിടെ കിട്ടും കാൽക്കുലേഷൻ. സോ 2 theta will be equal to 2 into that value, which will be equal to, that will be the final answer. എത്ര കിട്ടുന്നത്? സൈൻ തീറ്റ ഇസ് ഈക്വൽ എത്ര കിട്ടുന്നത്? $62.13 എന്ന് കിട്ടും. ഓക്കെ, തീറ്റൻ്റെ വാല്യൂ. $62.13 ഈ വാല്യൂ 0. something കിട്ടും. 884 എന്ന് കിട്ടും. 62.13 ഡിഗ്രീസ് കിട്ടും. 62.0 ഓക്കെ, നിയർ ബൈ വരുന്നുണ്ട്. 62.1 എടുക്കാം നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ ഡിഫ്രാക്ഷൻ ആംഗിൾ വിൽ ബി 2 തീറ്റ, വിച്ച് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 62.13, which will be equal to 124.26 അല്ലേ? That much degrees. So that is the final answer. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്തല്ലേ? ഓക്കെ,
Next question എഴുതിക്കോ, fifth one. X-rays of an unknown wavelength are X-rays of an unknown wavelength are diffracted. Okay, ഇവിടെ റിഫ്ലക്റ്റഡോ ഇൻസിഡന്റോ അല്ല പറയുന്നത്, ഡിഫ്രാക്റ്റഡ് ആണ്. ഡിഫ്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു തീറ്റയാണ് ഡിഫ്രാക്ഷൻ ആംഗിൾ. ഓക്കെ, X-rays of an unknown wavelength are diffracted 43.4 degree by copper. So material used is copper, and copper is having FCC structure. 43.4 degree by copper, whose lattice constant A means phase cubic structure ആണ്, അതിന്റെ എഡ്ജ് ലെങ്ത് അല്ലേ. whose lattice constant A is 0.3615 nanometer. Separate determinations indicate that this diffraction line for copper is the first order line for D11. So also it is given that diffraction line for that material is of the order first, or order 1 is of the first order, and the plane is D111 plane or 111 plane. So what is the wavelength of the X-rays? That's the first question, A part. What is the wavelength of the X-rays? And second part, B part, the same X-rays are used to analyze tungsten. The X-rays which is tungsten material analyze, which is having a structure of BCC, bracket BCC. What is the angle 2 theta for the second order? That means n is equal to 2 diffraction lines of the D010 spacings. അന്നേരം ഉപയോഗിക്കുന്ന പ്ലെയിൻ ഏതാണ്? 010 പ്ലെയിൻ ആണ്. So there will be parallel planes. So D010 represents the interplanar spacing of these two parallel planes. Okay. The X-rays of an unknown wavelength are diffracted 43.4 degree by copper, which is having FCC structure, whose lattice constant A is 0.3615 nanometer. Separate determinations indicate that this diffraction line for copper is the first order line for D111. So find out what is the wavelength of the X-rays. Second one, the same X-rays are used to analyze tungsten, which is having BCC structure. What is the angle 2 theta for the second order diffraction lines of the D010 spacings? Also bracket lida, take atomic radius of tungsten as 0.1367 nanometer. Take atomic radius of tungsten as 0.1367 nanometer. ക്വസ്റ്റൻ എഴുതിയല്ലേ? സോ ചെയ്ത് നോക്കി എന്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എ പാർട്ട്, ഫസ്റ്റ് എ പാർട്ടാണ് നോക്കുന്നത്. എന്താണ്? വേവ് ഓഫ് എക്സ് റേസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇക്വേഷൻ അല്ല, ബാക്സ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എൻ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. നമുക്ക് ഇക്വേഷൻ അറിയാം. സോ here d will be equal to a by root of h square plus l square plus k square plus l square. Okay, and here given 2 theta angle of diffracted angle is 43.4 degrees. A is equal to 0.3615 nanometer. നിങ്ങൾ D11 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? D111 അല്ലെ, DHKL will be equal to D11, which will be equal to എത്രയാണ് വരിക? എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. (0.3615 by root of 1 square plus 1 square plus 1 square, which will be equal to therefore lambda will be equal to 2d sin theta. So 2 into the d value what we are obtaining from here,
into sin theta. Okay, n is already given as 1. So 1 into lambda is equal to this much, or lambda is equal to 2 into that value into sin of 21.7. കാരണം തീറ്റാൻ്റെ 2 തീറ്റ നമുക്ക് തന്നിട്ടുള്ളത്, സൈൻ തീറ്റ വിൽ ബി 21.7. ഷുഡ് ബി ഈക്വൽ ടു എത്ര? നമുക്ക് നമ്മളടുത്ത് എൻ്റെ വാല്യൂ നാനോമീറ്ററിലായതുകൊണ്ട് ഇതും നാനോമീറ്ററിൽ കിട്ടും, ഡിൻ്റെ വാല്യൂ നാനോമീറ്ററിൽ കിട്ടും. 0.626 അങ്ങനെയാണോ കിട്ടുന്നത്? 0.626 തന്നെയല്ല വാല്യൂ കിട്ടുന്നത്. Here it will be 0.626, 0.626. So what will the value of lambda? Zero 0.462. 0.462 ഏതിൻ്റെ വാല്യൂ? ലാംഡ ആണോ ടി ആണോ? 462 എന്നാണ് കിട്ടുന്നത്. ലാംഡാൻ്റെ വാല്യൂ 0.46 കിട്ടുന്നുണ്ടോ? സെക്കൻഡ്. ഇത് 0.626 തന്നെയാണ് കിട്ടുന്നത്. ഡിന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 0.626 തന്നെയാണോ? .208 ആണ് കിട്ടുന്നത്, 626 അല്ല. .208 ആണ് കിട്ടുന്നത് അല്ലേ? സോ ലാംഡാന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? .1543. ഓക്കെ, 0.1543. അത് തെറ്റിപ്പോയവർ ശരിയാക്കാം. എവിടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ലാംഡ വിൽ ബി 0.1543, ദാറ്റ് മച്ച് നാനോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് പാർട്ടിൻ്റെ ആയി അല്ലേ? ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേ അല്ലേ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേ? ബി പാർട്ട് എന്താണെന്ന് ചോദിക്കുന്നത്? The same X-rays are used to analyze tungsten BCC. What is the angle 2 theta for the second order? That means n is equal to 2 diffraction lines of the D010 spacing. Okay. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടങ്സ്റ്റന്റെ കേസിൽ നമുക്കറിയാം ടങ്സ്റ്റൺ ആണ് ഇവിടെ ഉള്ളത്. So that is having a BCC structure. Given the atomic radius R is equal to 0.1367 nanometer.
For BCC, we have the relation, the lattice constant A will be equal to 4R by root 3. Lattice constant A will be equal to 4R by root 3. This is by heart. For the case of FCC, it will be A will be equal to 4R by root 2. അപ്പോൾ ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ നോക്കുക. ഇത് BCC സ്ട്രക്ചറാണ്. സോ we will get the value of A as A equal to 4R by root 3 which is equal to 4 into 0.1367 divided by root 3 which will be equal to 0.315. That much nanometer. And value നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റയാണ് കണ്ടത്. So we have the equation n lambda is equal to 2d sin theta. അതിൽ നിന്ന് തീറ്റ എത്രയായിരിക്കും? From here sin theta will be equal to എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത്? n lambda by 2d അല്ലേ? പക്ഷെ ഇവിടെ ഡിൻ്റെ വില എത്രയാണ്? d is equal to a by root of h square plus k square plus l square which is equal to 0.3157 nanometer divided by 010 അല്ല 0 square plus 1 square plus 0 square. What will be the value of d? d എത്ര കിട്ടുന്നത്? d കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്താണ്? ദാറ്റ് വിൽ ബി equal to 2 into lambda is 0.1543 that much nanometer divided by 2 into d. എത്ര കിട്ടുന്നത്? d എത്ര കിട്ടുന്നത്? d എത്രയാണ്? ഡിൻ്റെ വാല്യൂ 1 ആണല്ലോ അല്ലേ? 2 വരുന്നുള്ളൂ. റൂട്ട് 2 അല്ല 1 തന്നെ വരുന്നത്. സെയിം വാല്യൂ തന്നെ വരും. സോറി ഇവിടെ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3157. അപ്പോൾ എത്ര കിട്ടുന്ന വാല്യൂ? 0.48 അല്ലേ? 489 485 0.485.
ഇത് സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ എത്രയായിരിക്കും? Therefore theta will be equal to sin inverse 29.25. Okay, 485 which will be equal to 29.25 അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് തീറ്റ അല്ല, we need to find 2 തീറ്റ അല്ലേ? ശരിയല്ലേ? നമ്മളോട് ചോദിച്ചെന്താണ് ആംഗിൾ 2 തീറ്റ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചത്. Therefore 2 തീറ്റ will be equal to 2 into 29.25 അല്ലേ? എത്ര വരും? 58 സംതിങ് വരും. 58.4 അല്ലേ? 5 എന്നാ വരും. So this is the final answer. ചെയ്തില്ല? എല്ലാവരും ചെയ്തല്ലേ? ഇത്രയും ആണ് ബ്രാക്സ് ലോയിൽ വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഫർദർ ടെക്സ്റ്റ് നോക്കിയാൽ ഇതിൻ്റെ നിങ്ങളെ ഈ ക്യാപ്സ്യൂൾ ടെസ്റ്റുകളിലല്ല, ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ഫോറിൻ ഓതർ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാം. അതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫോറിൻ ഓതേഴ്സ് ടെസ്റ്റൊക്കെ ഞാൻ നിങ്ങളെ ലിൻവേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ടെക്സ്റ്റ് ബുക്സും. ഈവൻ ഈ KTU ക്യാപ്സ്യൂൾ ടെസ്റ്റ് എല്ലാത്തിൻ്റെയും PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് അതെല്ലാം വായിക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് മൊഡ്യൂളിൽ, തേർഡ് മൊഡ്യൂളിൽ ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ഷൻ ആൻഡ് ലിവർ റൂൾ. ഓൾറെഡി വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഫേസ് ഡയഗ്രാം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫേസ് ഡയഗ്രാം അല്ലെ. അതിൽ 2 കോമ്പോണൻ്റ് ഉണ്ട്, അല്ല ഐസോമോർഫസ് ഫേസ് ഡയഗ്രാം ഉണ്ട്, യൂട്ടക്റ്റിക് റിയാക്ഷൻസ് വരുന്ന യൂട്ടക്റ്റിക് ടൈപ്സ് ഉണ്ട്. കുറേ ടൈപ്സ് ഫേസ് ഡയഗ്രാംസ് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ വരുന്ന ഈ ഐസോമോർഫസ് സിസ്റ്റത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ലിവർ റൂൾ വരുന്നത് അല്ലേ. എന്താണ് ഇന്ന് ലിവർ റൂൾ? ഐസോമോർഫസ് സിസ്റ്റംസ് ഉണ്ടാകും. ഫസ്റ്റ് ഐസോമോർഫസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ കോപ്പർനിക്കൽ ഫേസ് ഡയഗ്രാം, കോപ്പർനിക്കൽ അലോയ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഐസോമോർഫസ് സിസ്റ്റം. സോ വാട്ട് ഈസ് ദ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ അലോയ് സിസ്റ്റം കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോ ഇവിടെ കംപ്ലീറ്റ് സൊല്യൂബിലിറ്റി ആണ് ഈ രണ്ട് ആറ്റംസ് അല്ലേ, രണ്ട് എലമെന്റ്സും. ആക്ച്വലി എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഫോർ എക്സാമ്പിൾ ഇൻ കോപ്പർനിക്കൽ സിസ്റ്റം the H-axis represent the composition or the weight percentage of nickel added to copper അല്ലേ. അപ്പോൾ കോപ്പറിൽ ആഡ് ചെയ്യുന്ന നിക്കലാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 0 കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഷോസ് ദ 0% നിക്കൽ, 100 ഷോസ് ദി 100% നിക്കൽ. നിക്കലാണ് നമ്മൾ എച്ച് ഡയറക്ഷനിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി ഇവിടെ എത്രയായിരിക്കും? 100% കോപ്പർ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ 0% കോപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ alloy system completely soluble in liquid state as well as in solid state. നോക്കിയാൽ ലിക്വിഡ് സ്റ്റേറ്റ് നോക്കിയാൽ കംപ്ലീറ്റ്ലി ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ, കാരണം alloy system is completely soluble there. സോളിഡ് സ്റ്റേറ്റ് നോക്കിയാൽ അവിടെ എന്താണ്? ആൽഫയാണ് സോളിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആൽഫ മാത്രമേ ഉള്ളൂ അല്ലേ. സോ there is an intermediate phase here in which both solid and liquid coexist അല്ലേ. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ എന്തായിരുന്നു? വൺ ഈസ് ലിക്വിഡസ് ലൈൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോളിഡസ് ലൈൻ. എന്താണ് ലിക്വിഡസ് ലൈനും സോളിഡസ് ലൈനും? ലിക്വിഡസ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിക്വിഡസ് ലൈനിൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും? ദ സിസ്റ്റം വിൽ ബി കംപ്ലീറ്റ്ലി ലിക്വിഡ്. സോളിഡസ് ലൈനിൻ്റെ താഴേക്കോ ദ സിസ്റ്റം വിൽ ബി കംപ്ലീറ്റ്ലി സോളിഡ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ സോളിഡസ് ലൈനും ലിക്വിഡസ് ലൈനും എങ്ങനെ കിട്ടിയത്? ഫ്രം സോളിഡസ് ആൻഡ് ലിക്വിഡസ് ടെമ്പറേച്ചേഴ്സ് അല്ലേ. So solidus temperature is a temperature below which a system is completely solid. Solidus temperatures വെച്ചിട്ടാണ് നമുക്ക് ഈ സോളിഡസ് ലൈൻ കിട്ടിയതല്ല, ഇതുപോലെ കുറേ പോയിന്റ്സ്. Solidus temperature is a temperature below which the system is completely solid. So joining those solidus temperature points you will get the solidus line. So solidus line താഴെ കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിരിക്കും. Likewise joining the liquidus
temperature, these points, we will get the liquidus lines, and above the liquidus line, the system will be completely liquid. So in between the liquidus and solidus line, both the phase coexist. That is alpha plus L. ഇതായിരുന്നു നമ്മുടെ ഐസോമോർഫസ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കിയിരുന്നത് അല്ലേ? സോ ഡിറ്റർമിനേഷൻ ഓഫ് കോമ്പോസിഷൻ ആൻഡ് ഫേസ് എമൗണ്ട്സ്. അപ്പോൾ എത്രയാണ് അവിടെയുള്ള കോമ്പോസിഷൻ, എത്രയാണ് അവിടെയുള്ള ഫേസ് എമൗണ്ട്സ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യല്, അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അതിന് യൂസ് ചെയ്യുന്ന റൂളാണ് ഒരു ടൈലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ലിവർ റൂൾ അല്ലേ. ഒരു ടൈലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിവർ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. സോ when there are two phases present at a point on the diagram, the composition of the two phases can be determined by the following procedure with reference to the figure. Okay, നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോയിന്റ്സിലൊക്കെ അല്ലേ, നമുക്കറിയാം ഏതൊരു പോയിന്റ് എടുത്താലും ഒരു ലൈനിന്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ പർട്ടിക്കുലറി 1200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് അറ്റ് 10% നിക്കൽ കോമ്പോസിഷൻ, ആ ഒരു പോയിന്റ് എടുത്താൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടും അല്ലേ. സോ ദിസ് ഈസ് എ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി എ. സോ അറ്റ് ദ പോയിന്റ് എ ദ അലോയ് ഈസ് 10% നിക്കൽ, എന്തായിരുന്നു വരും അത്, 10% നിക്കൽ ആൻഡ് 90% കോപ്പർ. ഏതായിരിക്കും അതിൻ്റെ ഫേസ് എമൗണ്ട്? അങ്ങനെ ആയിരിക്കും, ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ലിക്വിഡ് ഫേസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ. ഒരു പോയിന്റ് എടുത്തു ഞാൻ 1100 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു പോയിന്റ് എടുത്തു ആൻഡ് കറസ്പോണ്ടിങ് ടു 80% കോമ്പോസിഷൻ ഓഫ്, ഇതാണ് നമ്മുടെ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി ബി. ബി എന്ന് പറയുന്നത് എത്രയാണ്? 80% കോമ്പോസിഷൻ എന്തായിരിക്കും? നിക്കൽ ആൻഡ് പ്ലസ് 20% ഓഫ് കോപ്പർ. സോ ഹിയർ ദ സിസ്റ്റം വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ സോളിഡ് ഫോം. The phase amount solid will be 100%. There will not be any liquid phase amount. But നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു പോയിന്റ് എടുത്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ y എന്നുള്ളൊരു പോയിന്റ് നമ്മൾ എടുത്തു. So that point lies in between the liquidus and solidus line അല്ലെ. അപ്പോൾ y എന്നുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം y കറസ്പോണ്ട് ചെയ്യുന്ന എത്രയാണ്, അതിന് ടെമ്പറേച്ചർ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും അതിന്. ഫോർ എക്സാമ്പിൾ ഇവിടെ y ഒരു 1250 ആണെന്ന് വിചാരിക്കാം. 1250 ഡിഗ്രി സെൽഷ്യസിലെ പോയിന്റ് ആണ് y അറ്റ് കോമ്പോസിഷൻ ഓഫ് സം 35. ഓക്കെ, 35% കോമ്പോസിഷനിലെ ഒരു പോയിന്റ് ആണ് y. അപ്പോൾ y എന്നുള്ള പോയിന്റിന്റെ കോമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിച്ചു. പക്ഷെ y എന്നുള്ള പോയിന്റിലുള്ള ഫേസ് എമൗണ്ട്സ് എത്രയായിരിക്കും, എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ്, എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് സോളിഡ്, എത്രയാണ്. ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദാറ്റ് വി ആർ യൂസിങ് ദി ടൈ ലൈൻ ആൻഡ് ദ ലിവർ റൂൾ. ഓക്കെ, so when there are two phases present at a point on the diagram, the composition of the two phases can be determined by the following procedure with reference to the figure. A tie line is drawn horizontally across the 2 points. A tie line is drawn horizontally across the 2 points. അപ്പോൾ നോക്കി, ആദ്യം നമ്മളൊരു ടൈ ലൈൻ വരച്ചു. ആക്ച്വലി ഇപ്പോൾ കാണുന്ന ഫിഗർ എന്താണ്, നേരത്തെ കണ്ട ഫിഗറിന്റെ സൂം ചെയ്ത് എത്രയും പാട്ടാണ് കാണിക്കുന്നത്. The intersection of the tie line with the phase boundaries on both sides are noted. These 2 points are noted. Okay. Vertical lines are drawn downwards from the intersecting points to the composition axis. So vertical lines താഴേക്ക് വരച്ചു from both. Vertical lines are drawn downwards from the intersecting points at the composition axis, from which composition of the face is obtained. So from that point we will get the composition അല്ലേ, അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. ഈ പോയിന്റിന് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, y എന്നുള്ള പോയിന്റിന്റെ ടോട്ടൽ അലോയിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ നമുക്ക് അറിയാം. So this is the tie line method. Tie line ചെയ്തിട്ട് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ലിവർ റൂൾ ചെയ്യുന്നത്. So consider the point y in the figure. Y in the figure. ഓക്കെ, നമുക്കിത് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. തൽക്കാലം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.